നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 17-ന് രാവിലെ 6 മുതൽ 9 വരെ വിവാഹങ്ങൾക്ക് അനുമതിയില്ല. നേരത്തെ ബുക്ക് ചെയ്ത വിവാഹങ്ങൾ രാവിലെ 6-ന് മുമ്പോ 9 മണിക്ക് ശേഷമോ നടത്തേണ്ടിവരും. വേലൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് അറക്കൽ വീട്ടിൽ ജോജി. ദുർബല ജനവിഭാഗങ്ങളുടെ പ്രയാസങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടിക ഗോത്രവർഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ കമ്മീഷൻ നടപടികൾ സ്വീകരിക്കുമെന്നും ടി കെ വാസു. സാധാരണക്കാരനു കൂടി കേബിൾ TV ബ്രോഡ്ബാൻഡ് സേവനമെത്തിച്ചതിൽ COA പോലുള്ള പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് നിസ്തുലമെന്ന് KCCL ചെയർമാൻ കെ ഗോവിന്ദൻ. COA കുന്നംകുളം മേഖലാ സമ്മേളനം കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളിയുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതായി ആരോപണം. പ്രതിഷേധവുമായി വിശ്വാസ സംരക്ഷണ സമിതി ഭാരവാഹികൾ. വിശദമായ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ 17-ന് രാവിലെ 6 മുതൽ 9 വരെ വിവാഹങ്ങൾക്ക് അനുമതിയില്ല. നേരത്തെ ബുക്ക് ചെയ്ത വിവാഹങ്ങൾ രാവിലെ 6-ന് മുമ്പോ 9-ന് ശേഷമോ നടത്തേണ്ടിവരും. പോലീസ് ഇത് സംബന്ധിച്ച് വിവാഹ പാർട്ടിക്കാർക്ക് നിർദ്ദേശം നൽകി. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മോദി എത്തുന്നത്. രാവിലെ 8 മണിക്ക് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ മോദി ഇറങ്ങും. കാർ മാർഗം 8:10-ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും. 8:15-ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും. 20 മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രനഗരിയിൽ ഒരുക്കുന്നത്. വെള്ളിയാഴ്ച SPG കമാൻഡോസ് എത്തും. നഗരത്തിൽ രാവിലെ 6 മുതൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. ചൂണ്ടൽ മുതൽ ഗുരുവായൂർ ക്ഷേത്രം നട വരെ വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. നഗരത്തിൽ പൂർണ്ണമായും വൺവേ സംവിധാനം നടപ്പിലാക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി കളക്ടർ VR കൃഷ്ണതേജ ക്ഷേത്ര പരിസരത്ത് സന്ദർശനം നടത്തി. CCTV ന്യൂസ് ഗുരുവായൂർ. വേലൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അറക്കൽ വീട്ടിൽ ജോജിയെയാണ് SI K അനുദാസ് അറസ്റ്റ് ചെയ്തത്. വേലൂർ വെങ്ങിലശ്ശേരി വെൺമേനാട് വീട്ടിൽ ഉദയനാണ് വെട്ടരുത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ജോജിയുടെ വീട്ടിലിരുന്ന് രണ്ടുപേരും ചേർന്ന് മദ്യപിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. ജോജിയുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കാണാതായെന്നും ഉദയനാണ് സ്വർണം എടുത്തതെന്നും ആരോപിച്ചാണ് ജോജി വെട്ടുകത്തി ഉപയോഗിച്ച് ഉദയനെ വെട്ടിയതെന്ന് പറയുന്നു. പരിക്കേറ്റ ഉദയൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൽപ്പിടുത്തത്തിനിടയിൽ ജോജിക്കും പരിക്കേറ്റിരുന്നു. തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജോജി ഡിസ്ചാർജ് ആയതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. SI MR ജയകുമാർ, ASI AV സജീവ്, പോലീസ് ഉദ്യോഗസ്ഥരായ ഷിബു ജോർജ്, സുരേഷ് ബാബു, KT അനിൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ദുർബല ജനവിഭാഗങ്ങളുടെ പ്രയാസങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു പറഞ്ഞു. കമ്മീഷൻ അംഗമായി ചുമതലയേറ്റ ശേഷം കുന്നംകുളത്ത് മീറ്റ് ദി പ്രസിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പുതിയതായി ലഭിച്ച പദവി വലിയ ഉത്തരവാദിത്വങ്ങൾ നിറഞ്ഞതാണ്. പട്ടികജാതി പട്ടിക ഗോത്രവർഗങ്ങൾ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. കമ്മീഷൻ സിറ്റിംഗും അദാലത്തുകളും നടത്തി പരാതികൾ പരിഹരിക്കുമെന്ന് വാസു സൂചിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടിക ഗോത്രവർഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ കമ്മീഷൻ ഇടപെടും. സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥതല നിർവഹണത്തിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ടെന്ന് ടി കെ വാസു ചൂണ്ടിക്കാട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടിക ഗോത്രവർഗ ഫണ്ട് വിനിയോഗം വേഗത്തിലാക്കാൻ ഇടപെടുമെന്നും ടി കെ വാസു പറഞ്ഞു. ആദിവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മാധ്യമങ്ങളുടെ നിർദ്ദേശങ്ങളും പൊതുസമൂഹത്തിൽ നിന്നും അഭിപ്രായങ്ങളും തേടും. പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന പരാതികളിൽ അർഹമായ പരിഗണനയും നടപടികളും ഉണ്ടായില്ലെങ്കിൽ കമ്മീഷൻ ശക്തമായി ഇടപെടുമെന്നും ടി കെ വാസു മുന്നറിയിപ്പ് നൽകി. എനിക്ക് വേറെ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് ചെയ്യാനാവുക, കമ്മീഷന്റെ അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പോലും ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളെല്ലാം. പ്രസ് ക്ലബ് പ്രസിഡന്റ് CF ബെന്നി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മുഹമ്മദ് അജ്മൽ സ്വാഗതവും ട്രഷറർ സുമേഷ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം.
വേലൂരിൽ ശക്തമായ കാറ്റിൽ കൂറ്റൻ മാവ് നിലം പതിച്ചു. 2 വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. കേച്ചേരി വടക്കാഞ്ചേരി പ്രധാന റോഡിൽ RMSന് സമീപം രാവിലെ 10:30യോടെയാണ് സംഭവം. വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും റോഡിലേക്ക് പതിച്ചതോടെ വൈദ്യുതിയും ഗതാഗതവും നിലച്ചു. കഴിഞ്ഞ ദിവസം കാറും ടിപ്പർ ലോറിയും ഇടിച്ചിടത്താണ് ഇന്ന് മാവ് നിലം പതിച്ചത്. കുന്നംകുളത്ത് നിന്ന് അഗ്നിശമന വിഭാഗവും കേച്ചേരിയിലെ വൈദ്യുതി എഞ്ചിനീയർ അടക്കമുള്ള വലിയ സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയിയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ റോഡിൽ 40-ലേറെ മുത്തശ്ശി മരങ്ങൾ റോഡിലേക്കായി ചാഞ്ഞു നിൽക്കുന്നത് അപകട ഭീഷണിയാകുന്നുണ്ട്. സാധാരണക്കാരനു കൂടി കേബിൾ TV, ബ്രോഡ്ബാൻഡ് സേവനം എത്തിച്ചതിൽ COA പോലുള്ള പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് നിസ്തൂലമെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. കുന്നംകുളത്ത് COA മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുത്തകകൾ മാത്രം കൈയടക്കുന്ന മേഖലയിൽ അധിനിവേശ ശക്തികളെ പ്രതിരോധിച്ചാണ് കുറഞ്ഞ നിരക്കിൽ കേബിൾ TV, ബ്രോഡ്ബാൻഡ് സേവനം കേരള വിഷൻ ഒരുക്കി നൽകുന്നത്. പലപ്പോഴും വൻകിടക്കാർ തങ്ങളുടെ വാണിജ്യ താൽപര്യങ്ങൾക്കനുസരിച്ച് സേവനങ്ങൾക്ക് വൻ തുക ഈടാക്കുമ്പോൾ പ്രാപ്യമായ നിരക്കിൽ സേവനങ്ങളെല്ലാം എത്തിച്ചതിലാണ് പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ COAയുടെ കരുത്തെന്നും K. ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ ഒരു സംഘടിത പ്രസ്ഥാനത്തിന്റെ കീഴിലല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ എന്നൊരു വർഗം തന്നെ, ഒരു സ്പീഷീസ് തന്നെ ഇന്നത്തെ രീതിയിൽ ഉണ്ടാവില്ല. കേരളത്തിൽ പുറത്തിപ്പോ കേബിൾ TV ഓപ്പറേറ്റർമാർ പല സംസ്ഥാനങ്ങളിലുണ്ടെങ്കിലും അവരെ ഓപ്പറേറ്റർ എന്ന് നമുക്ക് വിളിക്കാമോ? നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു കേബിൾ ഓപ്പറേറ്റർ ആണോ അതെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് തന്നെയാണ്. വെറും ഫ്രാഞ്ചൈസികൾ ജീവനക്കാരെ പോലെ തന്നെ അവരുടെ തൊഴിലൊരു സുരക്ഷിതത്വമില്ലാത്ത, ലാഭസാധ്യതകളില്ലാത്ത ഒരു അനിശ്ചിതത്വമുള്ള ഒരു മേഖലയായി കേബിൾ TV മറ്റു സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ലിവ ടവറിൽ സജ്ജമാക്കിയ TV വിനോദ് കുമാർ നഗറിൽ COA മേഖലാ പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. മേഖലാ പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി PM സോമൻ പ്രവർത്തന റിപ്പോർട്ടും, മേഖലാ ട്രഷറർ ബാബു പോൾ സാമ്പത്തിക റിപ്പോർട്ടും, മേഖലാ അംഗം KA അജീഷ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി P. ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. KCCL MD PP സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, കേരള വിഷൻ ചെയർമാൻ PM നാസർ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, COA മേഖലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഷാജി വി ജോസ്, മേഖലാ എക്സിക്യൂട്ടീവ് KM എഡ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് റിപ്പോർട്ട് അംഗീകരിക്കലും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ പ്രസിഡന്റായി എബ്രഹാം ലിങ്കൺ, വൈസ് പ്രസിഡന്റ് PK പ്രേംരാജ്, ജനറൽ സെക്രട്ടറി KV അബ്ദുൾ അസീസ്, ജോയിന്റ് സെക്രട്ടറി K. മണികണ്ഠൻ, ട്രഷറർ PM മനോജ് എന്നിവരെയും നിർവാഹക സമിതി അംഗങ്ങളായി അമ്പലപ്പാട്ട് മണികണ്ഠൻ, KA യാക്കൂബ്, KM എഡ്വിൻ, KA അജീഷ് എന്നിവരെയുമാണ് തെരഞ്ഞെടുത്തത്. CCTV ന്യൂസ് കുന്നംകുളം. എരുമപ്പെട്ടിയിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കടങ്ങോട് സെന്ററിന് സമീപം ഓട്ടോറിക്ഷ പാർക്കിനരികിലാണ് ദിവസങ്ങളോളമായി വെള്ളം പാഴായി പോകുന്നത്. കടങ്ങോട് ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. വെള്ളം റോഡരികിൽ തളം കെട്ടിക്കിടക്കുന്നത് വഴിയാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്നവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എളവള്ളിയിൽ ഇനി ചിൽഡ്രൻസ് പാർക്കും കയാക്കിംഗ് സൗകര്യവും. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മണച്ചാൽ ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് കയാക്കിംഗ് നിർമ്മാണത്തിന് തുടക്കമായി. വിനോദസഞ്ചാര വകുപ്പ് 50 ലക്ഷം രൂപയും എളവള്ളി ഗ്രാമപഞ്ചായത്ത് 35 ലക്ഷം രൂപയും വകയിരുത്തി 85 ലക്ഷം രൂപയുടെ പദ്ധതി നിർവഹണമാണ് നടക്കുന്നത്. ചിൽഡ്രൻസ് പാർക്കിന്റെ ശിലാസ്ഥാപനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ മീന ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KD വിഷ്ണു, NB ജയ, പഞ്ചായത്ത് അംഗങ്ങളായ ഷാലി ചന്ദ്രശേഖരൻ, ശ്രീബിത ഷാജി, എളവള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രാജു, മണലൂർ മേഖല ഇക്കോ ടൂറിസം സഹകരണ സംഘം പ്രസിഡന്റ് ശ്രീകുമാർ വാഗ എന്നിവർ സംസാരിച്ചു. എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഒരു ടൂറിസം പദ്ധതിയെന്ന സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 30 ഗ്രാമപഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തത്. പദ്ധതി നടപ്പിലാക്കുന്ന തൃശൂർ ജില്ലയിലെ 3 ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് എളവള്ളി. മണച്ചാൽ ചെറിയ തടാകത്തിനോട് ചേർന്നാണ് ചിൽഡ്രൻസ് പാർക്ക് തയ്യാറാക്കുന്നത്. മണച്ചാൽ ബണ്ട് റോഡ് ഉയരത്തിൽ പൊക്കി ഇന്റർലോക്ക് വിരിക്കും. കവാടം, ടിക്കറ്റ് കൗണ്ടർ, ഇരിപ്പിടങ്ങൾ, കയാക്കിംഗ് കടവ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ തയ്യാറാക്കുന്നത്. മൂക്കന്ത്രയിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ച് മണച്ചാലിൽ വെള്ളം ഉയർത്തി നിർത്തിയ ശേഷം ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്ത് മൂക്കന്ത്ര വരെ കയാക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. നിർമ്മാണ പ്രവർത്തനങ്ങൾ മെയ് 31-നകം പൂർത്തീകരിച്ച് പദ്ധതി ടൂറിസം ഏജൻസികൾക്ക് കൈമാറും. CCTV ന്യൂസ് കേച്ചേരി.
10 ദിവസങ്ങളിലായി നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നാട്ടുകാരെ ഉൾപ്പെടുത്തി ജനറൽ കമ്മിറ്റി രൂപീകരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ചെയർമാൻമാരായി 7 സബ് കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ഓരോ സബ് കമ്മിറ്റിയിലും 10 ദേവസ്വം ഉദ്യോഗസ്ഥരും 5 ഭക്തരും അടങ്ങിയ 15 അംഗങ്ങളുണ്ടാകും. ഫെബ്രുവരി 21-ന് ആനയോട്ടത്തിന് ശേഷം കൊടിയേറി 29-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. കൊടിയേറ്റത്തിന് മുന്നോടിയായുള്ള കലശ ചടങ്ങുകൾക്ക് ഫെബ്രുവരി 13-ന് തുടക്കമാകും. പ്രസാദ ഊട്ടിൽ പരമാവധി പേരെ പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KR ഗോപിനാഥ്, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ദേവസ്വത്തിലെ വിവിധ വകുപ്പുകളുടെ മേധാവികൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൾ ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KLDC പരൂർ പടവിലെ മാഞ്ചിറയിൽ നിർമ്മിച്ച സബ്മേഴ്സിബിൾ പമ്പ് സെറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിത നിർവഹിച്ചു. കോളിലെ വിവിധയിടങ്ങളിലായി 4 മോട്ടോർ ഷെഡ്, 2 കലുങ്ക്, സ്ലൂയിസ് എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. ഉപ്പുങ്ങൽ, 50-ന്റെ തറ എന്നിവിടങ്ങളിലായി 4 സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിച്ചു. ഇതിനു പുറമെ 600 മീറ്റർ ദൂരം ബണ്ട് നവീകരണവും നടത്തി. പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാക്കി പ്രവൃത്തികൾ കൂടി പൂർത്തിയാകുന്നതോടെ പരൂർ കോളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അതിവേഗം വെള്ളം വറ്റിക്കാൻ കഴിയുന്ന സബ്മേഴ്സിബിൾ പമ്പ് എത്തിയതോടെ കൃഷിക്കാരുടെ വെള്ളത്തിന്റെ പ്രശ്നത്തിന് ഒരു പരിധിവരെ ആശ്വാസമാവും. നിലവിൽ ഇതടക്കം 5 പമ്പ് എത്തിയിട്ടുണ്ട്. തറയിൽ താഴം, ഉപ്പുങ്ങൽ, പാലത്തിങ്കൽ, അഞ്ഞിലക്കടവ് എന്നിവിടങ്ങളിൽ 4 എണ്ണം കൂടി സ്ഥാപിക്കും. ഏകദേശം 800ഓളം ഏക്കർ പാടശേഖരങ്ങളിലും നടീൽ കഴിഞ്ഞിട്ടുണ്ട്. മഞ്ചിറയിൽ 5ാമത്തെ സബ്മേഴ്സിബിൾ പമ്പ് സെറ്റ് വ്യാഴാഴ്ച സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചിരുന്നു. പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ പടവ് പ്രസിഡന്റ് കുന്നംകാട്ടയിൽ അബൂബക്കർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ചാവക്കാട് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പള്ളിക്കര, പടവ് സെക്രട്ടറി AD അബ്ദുൾ ജബ്ബാർ, ട്രഷറർ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് കുട്ടി കോടത്തൂർ, ബാലൻ, സുബ്രഹ്മണ്യൻ, ഷംസു, ഹസൻ തളികശ്ശേരി, ഷക്കീർ, കുഞ്ഞിമൊയ്തു തുടങ്ങിയ കർഷകരും പാടശേഖര അംഗങ്ങളും പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. ഗുരുവായൂരിലെ നിർധന കുടുംബത്തിന് ഭവന നിർമ്മാണത്തിനായി ഖത്തർ ഇൻകാസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയും ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കമ്മിറ്റിയും ധനസഹായം നൽകി. OICC ഗ്ലോബൽ മെമ്പർ നാസർ വടക്കേക്കാട് ധനസഹായം കൈമാറി. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ ഏറ്റുവാങ്ങി. ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി മെമ്പർ VC മുജീബ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ CS സൂരജ്, ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി മെമ്പർ KK മധുസൂദനൻ, ജില്ലാ സെക്രട്ടറി മുരളി തോയ്ക്കാവ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി VS നവനീത്, ഷൈൻ മനയിൽ, AK ഷൈമിൽ, PM മുഹമ്മദ് ഉണ്ണി, സുഷ ബാബു, ഹസൻ വടക്കേക്കാട്, CK സതീശൻ എന്നിവർ സംസാരിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതായി ആരോപണം. വിശ്വാസ സംരക്ഷണ സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. സിംഹാസന പള്ളിയുടെ സംരംഭമായി 1964 ആരംഭിച്ച് 1970 രജിസ്റ്റർ ചെയ്ത മാർ ഒസ്താത്തിയോസ് ചാരിറ്റീസ് ഭരണസമിതിയിലെ അംഗങ്ങൾ ചേർന്ന് കൈവശപ്പെടുത്തിയാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതെന്ന് വിശ്വാസ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് എല്ലാ വർഷവും സെപ്റ്റംബർ 30-നാണ് ഇവര് വാർഷിക പൊതുയോഗം വിളിച്ച് ഇതിന്റെ മിനിറ്റ്സും ഭരണസമിതി ലിസ്റ്റും ഓഡിറ്റ് ചെയ്ത കണക്കൊക്കെ പാസ്സാക്കി ഇത് രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ 8 കൊല്ലമായിട്ട് ഈ ഭരണസമിതി ഇതൊന്നും ചെയ്തിട്ടില്ല. പൊതുയോഗം വിളിക്കുന്നില്ല, ഓഡിറ്റ് ചെയ്ത കണക്ക് അവതരിപ്പിക്കുന്നില്ല, അതുപോലെ ഭരണസമിതി ലിസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ ജില്ലാ രജിസ്ട്രാർ എടുത്ത് ഇവരെ സംബന്ധിച്ച് ഒരു രേഖകളില്ല. 2014 മുതൽ ഈ 1 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഭരണസമിതി ഈ 8 കൊല്ലമായിട്ട് അനിശ്ചിതമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2015 അധികാരമേറ്റ ഭരണസമിതി അംഗങ്ങൾ വാർഷിക പൊതുയോഗങ്ങൾ വിളിച്ചുകൂട്ടാതെ തെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കിയാണ് സ്വത്തുക്കൾ കൈവശമാക്കിയതെന്ന് സംരക്ഷണ സമിതി ആരോപിച്ചു. പാത്രിയാർക്കിസ് ബാവ നിയമിക്കപ്പെട്ട മെത്രാപ്പൊലിത്ത രക്ഷാധികാരിയായ ട്രസ്റ്റാണ് സ്വത്ത് തട്ടിപ്പ് ആരോപണത്തിന് വിധേയമായത്. ട്രസ്റ്റിന് കീഴിൽ ട്രെയിനിംഗ് കോളേജ്, B.Ed കോളേജ്, ആർട്സ് കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ, മെഡിക്കൽ ഷോപ്പ് എന്നീ സ്ഥാപനങ്ങളും പലയിടത്തായി ഭൂസ്വത്തും നിലവിലുണ്ട്. ബൈലോ പ്രകാരം എല്ലാ വർഷവും സെപ്റ്റംബർ 30-ന് മുമ്പ് വാർഷിക പൊതുയോഗം വിളിച്ച് മിനിറ്റും കണക്കും അംഗീകരിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ 2016 മുതൽ 8 വർഷമായി പൊതുയോഗം വിളിക്കാറില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. നിയമവിരുദ്ധമായ ഭരണസമിതിക്കെതിരെയുള്ള പള്ളി ആരാധകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സിംഹാസനപ്പള്ളി മെത്രാപ്പൊലിത്തയുമായി നടത്തിയ ചർച്ചയിൽ 2023 ഡിസംബർ 31-ന് മുമ്പ് വാർഷിക പൊതുയോഗം വിളിക്കുമെന്ന ഉറപ്പു ലംഘിച്ചാണ് ഭരണസമിതി അംഗങ്ങൾ സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയിരിക്കുന്നതെന്ന് സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ ഈ സൊസൈറ്റിയുടെ പോക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ അല്ല, ഏതാനും ചില വ്യക്തികൾ മാത്രമാണ്. അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപപ്പെടുമ്പോൾ ന്യൂനപക്ഷ പദവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കോഴ്സുകളൊക്കെ ഇനി കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഇതിലെ സിംഹാസന പള്ളിയിലെ
ഈ പള്ളിയുടെ സ്വത്തായതുകൊണ്ട് സിംഹാസന പള്ളിയുടെ ആരാധകരെ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയിൽ ധാരണയുണ്ടായി ഡിസംബർ 30-നകം ഇതിന്റെ പൊതുയോഗം വിളിച്ചുകൂട്ടാമെന്നും തെരഞ്ഞെടുപ്പ് നടത്താമെന്നൊരു ധാരണയിലാണ് ആ പ്രക്ഷോഭം എത്തിയത്. പക്ഷേ ഡിസംബർ 30 കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് അവര് പൊതുയോഗം വിളിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ചർച്ചയ്ക്ക് വിളിച്ച പൊതുയോഗം വിളിച്ചു ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമപരമായ കാര്യങ്ങൾക്ക് കോടതിയെ സമീപിക്കുമെന്നും വിശ്വാസ സംരക്ഷണ സമിതി ഭാരവാഹികളായ വിനയൻ ജോബ്, മാത്യൂസ് ജോർജ്, AC വർഗീസ്, ഷെല്ലി ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. എരുമപ്പെട്ടി നെല്ലുവായിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോളനി റോഡിൽ തട്ടാൻവളപ്പിൽ പരേതനായ സുബ്രഹ്മണ്യന്റെ മകൻ സജിത്താണ് മരിച്ചത്. 32 വയസ്സാണ്. രാവിലെ കിടപ്പുമുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികളും വീട്ടുകാരും ചേർന്ന് വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. അഞ്ഞൂർ പാലത്തിന് സമീപം ഇന്നോവ കാറും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു കുട്ടിയടക്കം 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവറും യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 4:30 അഞ്ഞൂർ പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് എതിരെ വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് സമീപവാസികൾ പറഞ്ഞു. അപകടത്തിനു ശേഷം നിർത്താതെ പോയ ഇന്നോവ നാട്ടുകാർ തടഞ്ഞു നിർത്തുകയായിരുന്നു. വടക്കേക്കാട് പോലീസ് ഇന്നോവ ഡ്രൈവർ ചിറക്കൽ സ്വദേശി അന്നാനെ കസ്റ്റഡിയിലെടുത്തു. വാദ്യമേളങ്ങളും ആനകളും നാടൻ കലാരൂപങ്ങളുമായി പഴഞ്ഞി കോട്ടൂൽ ഫെസ്റ്റ് ആഘോഷിച്ചു. ബുധനാഴ്ച രാത്രി ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ പുലർച്ചെ സമാപിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെ വിവിധ ദേശങ്ങളിൽ നിന്നും ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. കാവടിയും നാടൻ കലാരൂപങ്ങളും അകമ്പടിയായി ദേശം ചുറ്റി വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പിന് അണിനിരുന്നു. പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 15ഓളം ആനകൾ അണിനിരുന്നു. 500-ൽ പരം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പന്നിത്തടം കോൺകോഡ് സ്കൂളിൽ ജനുവരി 13-ന് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിലും ഉയരത്തിലും ചെയ്യുന്ന പ്രയോഗങ്ങളാണ് കൊറിയൻ കായിക കലയായ തായ്ക്കൊണ്ടോയെ മറ്റ് ആയോധന കലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സ്വയം രക്ഷയ്ക്കുള്ള സ്വന്തം കഴിവിന്റെ വികാസം എന്നതിലുപരി ഒരു ജീവിതചര്യ കൂടിയാണ് തായ്ക്കൊണ്ടോ. കിഡീസ്, സബ് ജൂനിയർ, കേഡറ്റ്, ജൂനിയർ എന്നീ 4 കാറ്റഗറിയിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. മറ്റു ജില്ലകളിൽ നിന്നായി 20-ൽ പരം റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്കൂൾ ഇത്തരമൊരു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. നാഷണൽ, സ്റ്റേറ്റ് തലങ്ങളിൽ മെഡൽ നേടിയ 8 വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും. ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U. ഷറഫലി നിർവഹിക്കും. സ്കൂൾ ചെയർമാൻ പെൻകോ ബക്കർ അധ്യക്ഷത വഹിക്കും. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ എന്നിവർ മുഖ്യാതിഥികളാകും. മാനേജർ RM ബഷീർ, ട്രസ്റ്റ് മെമ്പർ VA ഗഫൂർ, പ്രിൻസിപ്പാൾ ബീന ഉണ്ണി, PTA പ്രസിഡന്റ് സുബൈർ തുടങ്ങിയവർ നേതൃത്വം നൽകും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ RM ബഷീർ, നാഷണൽ തായ്ക്കൊണ്ടോ ട്രെയിനർ ബഷീർ താമരത്ത്, AV ഗഫൂർ, അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്തു. തായ്ക്കൊണ്ടോ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു മെഗാ ചാമ്പ്യൻഷിപ്പ് ജനുവരി 13 ശനിയാഴ്ച രാവിലെ 8:30 മുതൽ വൈകിട്ട് 4:30 വരെ സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അത്യപൂർവമായ ഒരു പ്രോഗ്രാമായിട്ടാണ് ഇത് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഒരു സ്കൂളിലെ മാത്രം ഇത്രയധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് അവരുടെ ആയോധന കലയിലുള്ള താല്പര്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. CCTV ന്യൂസ് എരുമപ്പെട്ടി. കേച്ചേരി പെരുമണ്ണിൽ കാറും പിക്കപ്പും കൂട്ടിയിടിച്ച് അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. പെരുമണ്ണ് കാർത്തിയേനി ക്ഷേത്രത്തിന് സമീപം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിയോടെയായിരുന്നു അപകടം. കിഴക്കാളൂർ സ്വദേശിയും മണലൂർ വെസ്റ്റ് പള്ളി വികാരിയുമായ ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് സഞ്ചരിച്ചിരുന്ന കാറും കുന്നംകുളത്തെ സാനിറ്ററി സ്ഥാപനത്തിലെ പിക്കപ്പും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് പിക്കപ്പിൽ ഇടിക്കുകയായിരുന്നു. പിക്കപ്പിന് നിസ്സാരമായ കേടുപാടുകൾ മാത്രമാണ് സംഭവിച്ചത്. അപകടത്തിൽ കാറിന്റെ വലതുഭാഗം ഭാഗികമായി തകർന്നു. വലതുഭാഗത്തെ ചക്രത്തിനോട് ചേർന്നുള്ള ആക്സിൽ ഒടിഞ്ഞ നിലയിലായതോടെ വാഹനം ഓടിച്ചുകൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിലായി. റിക്കവറി വാഹനമെത്തിയാണ് കാർ അപകട സ്ഥലത്ത് നിന്നും മാറ്റിയത്. ആധുനിക രീതിയിൽ നിർമ്മിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം ജനുവരി 27 വൈകിട്ട് 3 മണിക്ക് രജിസ്ട്രേഷൻ ആർക്കിയോളജി വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും.
സർക്കാരിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായി 1.87 കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. NK അക്ബർ MLAയുടെ പ്രത്യേക ഇടപെടലുകളുടെ ഫലമായാണ് കെട്ടിട നിർമ്മാണത്തിന് തുക ലഭ്യമായത്. 539.90 ചതുരശ്ര മീറ്ററിൽ 2 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. താഴത്തെ നിലയിൽ സബ് രജിസ്ട്രാർ റൂം, ഓഫീസ് റൂം, ലൈബ്രറി, ഓഡിറ്റ് റൂം, ഡൈനിംഗ് ഹാൾ, വെയിറ്റിംഗ് ഏരിയ, 4 ടോയ്ലറ്റുകൾ, ഒരു ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ്, മുകളിലത്തെ നിലയിൽ റെക്കോർഡ് റൂമുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല. 1885 ഏപ്രിൽ 1 അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രതിവർഷം ശരാശരി 9000-ലധികം ബാധ്യതാ സർട്ടിഫിക്കറ്റുകളും 4000-ലധികം ആധാര പകർപ്പുകളും 3000-ലധികം ആധാരങ്ങളും വരുന്ന ഓഫീസാണിത്. ഓഫീസ് ഫയലുകളും വാല്യങ്ങളും സൂക്ഷിക്കാനുള്ള സ്ഥല സൗകര്യം പരിമിതമായതിനാലും കാലപ്പഴക്കത്താൽ കെട്ടിടത്തിന്റെ ചുവരുകൾക്ക് വിള്ളലുകൾ വീണതിനാലും പുതിയ കെട്ടിടം അനിവാര്യമായിരുന്നു. പുന്നയൂർകുളം, പുന്നയൂർ, വടക്കേക്കാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പുന്നയൂർകുളം, കടിക്കാട്, പുന്നയൂർ, വടക്കേക്കാട്, വയലത്തൂർ, എടക്കഴിയൂർ എന്നീ 6 വില്ലേജുകളിലെ ഗുണഭോക്താക്കൾ അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നവരാണ്. കെട്ടിടത്തിന് 4 വർഷം മുമ്പ് കിഫ്ബി 1.30 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നുവെങ്കിലും ഇവിടം മണൽ പ്രദേശമായതിനാൽ പൈലിംഗ് നടത്തണമെന്ന നിർദ്ദേശം വന്നു. ഇതിന് എസ്റ്റിമേറ്റിൽ തുക ഇല്ലാത്തതിനാൽ ആദ്യഘട്ടത്തിൽ തന്നെ പണി നിർത്തി. പിന്നീട് കൂടുതൽ തുക അനുവദിക്കാൻ 2 വർഷം വേണ്ടിവന്നു. അവസാനം 2022 നവംബർ 5 വീണ്ടും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ചുറ്റുമതിലിനോടുകൂടി മുറ്റം ഇന്റർലോക്ക് കട്ട വിരിച്ചാണ് ആധുനിക രീതിയിൽ വിപുലമായ സൗകര്യത്തോടുകൂടി അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് പ്രാവർത്തികമാകുന്നത്. CCTV ന്യൂസ്, പുന്നയൂർകുളം. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 11 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന മഹാരുദ്രയജ്ഞത്തിന് സമാപനമായി. യജ്ഞപുണ്യം നുകരുവാൻ ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. 11 വെള്ളി കലശകുടങ്ങളിലെ ദ്രവ്യങ്ങൾ രുദ്രമന്ത്രത്താൽ ചൈതന്യമാക്കിയ ശേഷമായിരുന്നു രുദ്രാഭിഷേകം. 11 ദിവസങ്ങളിലായി 121 കലശക്കുടങ്ങളാണ് മഹാദേവന് അഭിഷേകം ചെയ്തത്. ധാരമുറിയാതെ ഹോമകുണ്ടത്തിലേക്ക് ശുദ്ധമായ പശുവിൻ നെയ്യ് ഹോമിക്കുന്ന ചടങ്ങായ വസോർധാരയോടെയാണ് യജ്ഞം സമാപിച്ചത്. വസോർധാരയ്ക്കും അഭിഷേകത്തിനും തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാഗക്കാവിലെ നാഗപ്പാട്ട്, നാവൂർപ്പാട്ട്, സർപ്പബലി എന്നിവയ്ക്കും സമാപനമായി. സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി രാവിലെ ചൊവ്വലൂർ മോഹനൻ വാര്യരും സംഘവും അവതരിപ്പിച്ച ആൽത്തറമേളം അരങ്ങേറി. നടരാജ മണ്ഡപത്തിൽ തിരുവനന്തപുരം സർഗവീണയുടെ രുദ്ര പ്രജാപതി ബാലയോടെ സാംസ്കാരിക പരിപാടികൾക്കും തിരശ്ശീല വീണു. മഹാരുദ്രയജ്ഞത്തിന് സമാപനം കുറിച്ച് നടന്ന പ്രസാദകൂട്ടിൽ 3000-ലധികം ഭക്തർ പങ്കെടുത്തു. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചാൽ തങ്കപ്പന് തലചായ്ക്കാൻ മറ്റൊരിടം വേണം. എങ്ങോട്ട് പോകണമെന്നറിയാതെ മനോവിഷമത്തിലായിരിക്കുകയാണ് ഈ 68കാരൻ. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയാണ് തങ്കപ്പൻ. 6 വർഷം മുമ്പാണ് വീടും നാടും ഉപേക്ഷിച്ച് ഇയാൾ ഗുരുവായൂരിലെത്തിയത്. ബസ് സ്റ്റാൻഡിലും ക്ഷേത്ര പരിസരത്തുമായാണ് ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി തങ്കപ്പന്റെ എല്ലാം ബസ് സ്റ്റാൻഡാണ്. തെക്കേ പ്രവേശന കവാടത്തിന് സമീപം രാവിലെ മുതൽ ഒരേ നിൽപ്പാണ്. രാത്രി കിടക്കുന്നതൊഴിച്ചാൽ അപൂർവമായി മാത്രമാണ് ഇരിക്കാറുള്ളത്. ജീവകാരുണ്യ പ്രവർത്തകർ നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് ജീവൻ നിലനിർത്തുന്നത്. ചിലപ്പോൾ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കും. എങ്കിലും ആർക്കുനേരെയും കൈനീട്ടാറില്ല. മനസ്സറിഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും നൽകിയാൽ സ്വീകരിക്കും. അതിരാവിലെ ക്ഷേത്ര പരിസരത്തേക്ക് നടക്കാനിറങ്ങും. ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് തിരിച്ചെത്തിയാൽ പിന്നെ ഒരേ നിൽപ്പാണ്. വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും മക്കളില്ല. സഹോദരിയുടെ മക്കളാണ് ആകെയുള്ള ബന്ധുക്കൾ. ഇവരുമായി പിണങ്ങിയാണ് ഗുരുവായൂരിലെത്തിയത്. തിരിച്ചുപോകാൻ അഭിമാനം സമ്മതിക്കുന്നില്ല. ബസ് സ്റ്റാൻഡ് പോലെ സുരക്ഷിതമായ മറ്റൊരിടം ഗുരുവായൂരിൽ ഇല്ലെന്ന നിലപാടിലാണിയാൾ. ആശ്രമങ്ങളിലേക്കും അഭയകേന്ദ്രങ്ങളിലേക്കും മാറാൻ പലരും നിർദ്ദേശിച്ചെങ്കിലും അതിന് തയ്യാറല്ല. ജീവിതത്തിൽ ഇന്നേ വരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നും മദ്യപിക്കുന്നവരോട് വെറുപ്പാണെന്നും തങ്കപ്പൻ പറയുന്നു. മദ്യപന്മാരുടെ ശല്യം ഭയന്നാണ് കടവരാന്തകളിലേക്ക് മാറാത്തത്. ജീവിത നിലപാടുകളോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന മറ്റൊരിടം ദൈവം തനിക്കായി ഒരുക്കിയിട്ടുണ്ടാകുമെന്നും ഇയാൾ പറയുന്നു. ഇനിയുള്ള കാലം അവിടെ ചെലവഴിക്കണമെന്നാണ് ആഗ്രഹം. അതിനായി ജീവിതത്തിലെ ഏക സമ്പാദ്യമായ വസ്ത്രങ്ങളടങ്ങിയ സഞ്ചിയുമായി യാത്ര തിരിക്കാനുള്ള പുറപ്പാടിലാണ് തങ്കപ്പൻ. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ മേൽഭാഗം പൊളിക്കുമ്പോഴേക്കും തങ്കപ്പൻ ലക്ഷ്യമില്ലാത്ത യാത്ര ആരംഭിച്ചിരിക്കും. CCTV ന്യൂസ്, ഗുരുവായൂർ. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ലാപ്ടോപ്പിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, PK അസീസ്, AA കൃഷ്ണൻ, സബീന റിറ്റോ,
ടി.ഒ. ജോയ്, ജയൻ പാണ്ഡ്യത്ത്, ശരത് രാമനുണ്ണി, രമ ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ്, SC പ്രൊമോട്ടർ ശ്യാമ, ആരോഗ്യകേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് എന്നിവർ സംസാരിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് 4 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 2 ലക്ഷം രൂപയും ചേർത്ത് 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 17 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം നടത്തിയത്. ചൂണ്ടൽ പഞ്ചായത്തിൽ കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിക്കുന്നു. തദ്ദേശ സമേതമെന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ പാർലമെന്റിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്ന് വിവിധ വിഭാഗങ്ങളിലെ 100 വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 29-ന് കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർ, ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV വല്ലഭൻ, ആസൂത്രണ സമിതി അംഗം PK രാജൻ മാസ്റ്റർ, രക്ഷാധികാരികൾ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ചെയർപേഴ്സൺ, കേച്ചേരി അല്ലമിൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ CM ബിജു കൺവീനർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തരുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് സ്മാർട്ട് വാഹന പാർക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ബോർഡ് മെമ്പർമാരായ KK ഗോവിന്ദദാസ്, KK വിശ്വനാഥൻ, വാർഡ് കൗൺസിലർ രേണുക ശങ്കർ, മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗം R ജയകുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ NK ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. 3 മണിക്കൂർ നേരത്തേക്ക് കാറുകൾക്ക് 30 രൂപ, SUV വാഹനങ്ങൾക്ക് 50 രൂപ, ട്രാവലർ 80, ബസ് 100 രൂപ എന്നിങ്ങനെയാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത്. ഫിൽസ ടെക് സൊല്യൂഷൻ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് 3 വർഷത്തെ പാർക്കിംഗ് നടത്തിപ്പ് കരാറെടുത്തിട്ടുള്ളത്. കുന്നംകുളം പ്രസ് ക്ലബ്ബ് 19ാമത് പ്രാദേശിക മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനതലത്തിൽ മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനും പ്രാദേശിക ചാനൽ റിപ്പോർട്ടർക്കും കുന്നംകുളം പ്രസ് ക്ലബ്ബ് നൽകിവരുന്ന പുരസ്കാരത്തിനായാണ് അപേക്ഷകൾ ക്ഷണിച്ചത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ മലയാള പ്രഭാത ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചതും പ്രാദേശിക ചാനലിൽ സംപ്രേഷണം ചെയ്തതുമായ ജനറൽ റിപ്പോർട്ടുകൾ അഥവാ വാർത്ത, ഫീച്ചർ, പരമ്പര എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുക. അവാർഡിന് വായനക്കാർക്കും എൻട്രികൾ നിർദ്ദേശിക്കാം. മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ സൃഷ്ടികൾ 2024 ഫെബ്രുവരി 10 മുമ്പ് സെക്രട്ടറി, പ്രസ് ക്ലബ്, സീഷെ ബിൽഡിംഗ്, കുന്നംകുളം 680503, തൃശൂർ ജില്ല എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ലേഖകന്റെ പൂർണ്ണ വിവരങ്ങളും വാർത്തയുടെ 3 ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ചാനലിൽ വന്ന വാർത്തയുടെ 3 CD-യും കൂടി സമർപ്പിക്കണം. കവറിന് പുറത്ത് കുന്നംകുളം പ്രസ് ക്ലബ്ബ് അവാർഡ് 2023 എന്ന് എഴുതിയിരിക്കണം. കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് CF ബെന്നി, സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, ട്രഷറർ സുമേഷ് P വിൽസൺ എന്നിവർ പങ്കെടുത്തു. പ്രാദേശിക കേബിൾ മേഖലയിലും പ്രവർത്തിക്കുന്ന വാർത്തകൾക്കും ഫീച്ചറുകൾക്കും ദൃശ്യങ്ങൾക്കുമാണ് അവാർഡ് നൽകുന്നത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെയുള്ള സമയങ്ങളിൽ കുന്നംകുളം പ്രസ് ക്ലബിനെ അയക്കുകയോ മെയിൽ അയക്കുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യണമെന്നാണ് കേരളത്തിലെ എല്ലാ പ്രാദേശിക ദൃശ്യ മാധ്യമ പ്രവർത്തകരോടും അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 98 46 53 0017, 96 56 34 92 19 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. CCTV ന്യൂസ് കുന്നംകുളം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MSc ഇലക്ട്രോണിക്സിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ ദിവ്യ വിജയനെ CPM മങ്ങാട് വടക്കുമുറി ബ്രാഞ്ച് അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം ES സുരേഷ് പൊന്നാട് അണിയിച്ചു. CPM എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M നന്ദീഷ് ഉപഹാരം നൽകി. ബ്രാഞ്ച് സെക്രട്ടറി TA ഉണ്ണികൃഷ്ണൻ, സഹകരണ സംഘം ബോർഡ് അംഗം KS ഹരിദാസൻ, KM ജയൻ, UK സുബ്രഹ്മണ്യൻ, EV ഉണ്ണികൃഷ്ണൻ, സുജാത ജയൻ എന്നിവർ പങ്കെടുത്തു. മങ്ങാട് വടക്കുമുറി കൊടപ്പാടത്ത് വീട്ടിൽ വിജയന്റെയും പ്രീതയുടെയും മക്കളിൽ രണ്ടാമത്തെ മകളായ ദിവ്യ തൊഴിയൂർ ICA കോളേജിലാണ് പഠനം നടത്തുന്നത്.
ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്തിൽ കുടുംബസംഗമം നടത്തി. ചൊവ്വന്നൂർ BRCയുടെ നേതൃത്വത്തിൽ അധ്യാപികയായ ഹസീന അബ്ദുള്ളയുടെ വീട്ടിൽ നടന്ന കുടുംബസംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CA ഫൗസിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയകുമാർ പുളയ്ക്കൽ, പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ എന്നിവർ സംസാരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ P സജ്ജന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ ജെയിം ജീവൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സായ MJ സീനു, സ്മിത ജിമ്മി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കലാപരിപാടികളുമുണ്ടായി. ഒരു നൂറ്റാണ്ടിലേറെയായി വടുതല പ്രദേശത്ത് അക്ഷര വെളിച്ചം പകർന്ന വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ 2019-2020 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി വിദ്യാലയത്തിന് അനുവദിച്ച 100 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയാകും. ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് VK ശ്രീരാമൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. PTA പ്രസിഡന്റ് TK മൊയ്തീൻ, പ്രധാനാധ്യാപിക രേഖ KV, MPTA പ്രസിഡന്റ് സുധ CS, SMC ചെയർമാൻ ഷനോഫ് എന്നിവർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ കൗൺസിലർമാരായ AS സുജീഷ്, ഷക്കീന മിൽസ, പ്രധാനാധ്യാപിക KV രേഖ, PTA പ്രസിഡന്റ് TK മൊയ്തീൻ, SMC ചെയർമാൻ NA ഷനോഫ് എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതിക്ക് CPM സ്വീകരണം നൽകി. US കൃഷ്ണൻകുട്ടിയാണ് പ്രസിഡന്റ്. ബാങ്ക് പരിസരത്ത് നടന്ന സ്വീകരണ പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, PS പ്രസാദ്, PT ദേവസി, UK മണി, CM അബ്ദുൾ നാസർ, MS സിദ്ധൻ, TK ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് നടത്തി. ആന്ധ്രാപ്രദേശ് വിജയവാഡയിൽ നടക്കുന്ന ദേശീയ ഷൂട്ടിംഗ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച PFAയുടെ താരങ്ങളായ വിധുൻ കൃഷ്ണ, അതുൽ കൃഷ്ണ എന്നിവരെയും കേരള യൂണിവേഴ്സിറ്റി MA പൊളിറ്റിക്കൽ സയൻസിൽ 5ാം റാങ്ക് നേടിയ അഞ്ജലിയെയും ക്ലബ്ബ് അനുമോദിച്ചു. എക്സൈസ് പ്രിവന്റിംഗ് ഓഫീസർമാരായ മഹേഷ് കോടനാട് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് മൊമെന്റോയും ക്യാഷ് പ്രൈസും സ്പോർട്സ് കിറ്റും സമ്മാനിച്ചു. PFA പ്രസിഡന്റ് ജയൻ K അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ്, PFA സെക്രട്ടറി ഗോപിനാഥ് കുറുപ്പത്ത്, ജോയിന്റ് സെക്രട്ടറി രതീഷ് NV, ട്രഷറർ മഹേഷ് PB, P അഞ്ജലി, K നന്ദകുമാർ, NT ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നീണ്ട 62 വർഷം ശബരിമലയിൽ ദർശനത്തിന് പോകുന്ന ചെമ്മണ്ണൂർ ഗ്രാമത്തിലെ ഗുരുസ്വാമിയായ ഗംഗാധരസ്വാമിയെ സേവാഭാരതി ആദരിച്ചു. സേവാഭാരതി പ്രവർത്തകനും മണത്തല മഹാവിഷ്ണു ക്ഷേത്രം ഉപദേശക സമിതി അംഗവുമായ VK നന്ദനൻ, MV രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് ഫോട്ടോ പതിച്ച ഫലകവും സമർപ്പിച്ച് ആദരിച്ചു. സേവാഭാരതി പ്രവർത്തകരായ SS രാജൻ, VK രാജേന്ദ്രൻ, സുകുമാരൻ മുണ്ടത്തറ, രമേശ് മുണ്ടത്തറ, സത്യൻ പൂക്കോട്ടിൽ, CV ഉണ്ണികൃഷ്ണൻ, MK രാജൻ, സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളി സ്വദേശി ആഫ്രിക്കയിൽ കടലിൽ മുങ്ങി മരിച്ചു. ചൊവ്വലൂർ പരേതനായ ജോസിന്റെ മകൻ അനീഷാണ് മരിച്ചത്. 37 വയസ്സാണ്. ആഫ്രിക്കയിലെ സീ ഷെൽഡ് എന്ന സ്ഥലത്ത് കടലിൽ വീണ് മരിച്ചുവെന്ന വിവരമാണ് നാട്ടിലെ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആഫ്രിക്കയിൽ ബർജയ ഹോട്ടലിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ പോയപ്പോഴാണ് അപകടം സംഭവിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ആഫ്രിക്കയിൽ നിന്നും നാട്ടിലെത്തിച്ച് മൃതദേഹം സംസ്കാരം നടത്തും. ലിസി മാതാവും അയ്യന്തോൾ നിർമ്മല സ്കൂൾ അധ്യാപികയായ മരിയ ഭാര്യയുമാണ്. ഹെസ്രോൺ, ഇറേന എന്നിവർ മക്കളാണ്. കുന്നംകുളം യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ 72ാം വാർഷിക കൺവെൻഷൻ യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘം ഗ്രൗണ്ടിൽ തുടക്കമായി. ട്രൈബൽ മിഷൻ ഡോക്ടർ K മുരളീധർ, മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രൊഫസർ ജേക്കബ് ചാണ്ടി എന്നിവർ പ്രാസംഗികരായി. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷനിലെ ബ്രദർ P ജോർജ് ഉമ്മൻ, ബ്രദർ CS ജയൻ മൈലം കൊട്ടാരക്കര എന്നിവർ പ്രാസംഗികരാകും. അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ പ്രബോധനങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും. ദിവസവും വൈകിട്ട് 6:30 പൊതുയോഗം. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ 10 മണി മുതൽ 1 മണി വരെ വേദ പഠനത്തോടുകൂടെ പൊതുയോഗം. ഞായറാഴ്ച വൈകിട്ട് 2 മണിക്ക് യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ 72ാം വാർഷികവും സൺഡേ സ്കൂൾ സമ്മാനദാനവും നടക്കും.
കാർഷിക അഭിവൃദ്ധിക്കായി തീരദേശ മണ്ണിന്റെ ശാസ്ത്രീയ പഠനവും പരിശീലനവും പുന്നൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനവും മണ്ണറിവ് സെമിനാറും നടത്തി. മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ്, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ക്ഷോണി നിറവ് 2024 ഭാഗമായാണ് സെമിനാർ നടത്തിയത്. പുന്നൂർ പഞ്ചായത്ത് കൃഷിഭവൻ ലൈബ്രറി ഹാളിൽ നടത്തിയ സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷിഭവൻ പുന്നൂർ ഓഫീസർ കെ ഗംഗാദത്തൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ തോമസ് അനീസ് ജോൺസൺ പദ്ധതി വിശദീകരണം നടത്തി. ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ AN മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ, മെമ്പർ അർഫാത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പുന്നൂർ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ PM മഞ്ജുലാൽ നന്ദി പറഞ്ഞു. നല്ല കൃഷി നല്ല മണ്ണ്, മണ്ണിന്റെ ആരോഗ്യ പരിപാലനം, മണ്ണറിവ് എന്ന സെമിനാറിൽ സോയിൽ സർവേ ഓഫീസർമാരായ MA സുധീർ ബാബു, KS ഹൃദ്യ, തോമസ് അനീസ് ജോൺസൺ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. CCTV ന്യൂസ് പുന്നൂർകുളം. ചാവക്കാട് ബ്ലാങ്ങാട് GF UP സ്കൂളിൽ ബോയ്സ് ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതി വിഹിതത്തിൽ 1,60,000 രൂപയാണ് ടോയ്ലറ്റ് നിർമ്മാണത്തിന് വിനിയോഗിച്ചത്. മറ്റു പദ്ധതികളായ സയൻസ് പ്രോജക്ട്, സംയുക്ത ഡയറി, കരാട്ടെ ക്ലാസ് എന്നിവയുടെ ഉദ്ഘാടനവും വാർഡ് കൗൺസിലർ KP രഞ്ജിത്ത് നിർവഹിച്ചു. ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ഷൈജു PS പദ്ധതി വിശദീകരണം നടത്തി. 1ാം ക്ലാസ്സുകാരുടെ ഡയറിക്കുറിപ്പ് സമാഹാരം തേൻകുടുക്കയുടെ പ്രകാശനവും വായനയും വേറിട്ട അനുഭവമായി. സ്കൂൾ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് AR, വിനോദൻ എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് VGCD സ്വാഗതവും PTA പ്രസിഡന്റ് PV വിബിത നന്ദിയും പറഞ്ഞു. കുന്നംകുളം ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 41ാം വാർഷികാഘോഷവും കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ നല്ല മക്കളെ വളർത്തിയെടുക്കുക, അവരെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന മക്കളാവുക, പഠിച്ച് വലിയ മിടുക്കരായി വലിയ ജോലി നേടുക എന്നുള്ളതായിരിക്കരുത്, അത് മാത്രമായിരിക്കരുത് അവരുടെ ലക്ഷ്യം. ജീവിതത്തിൽ സമൂഹത്തോടുള്ള കടപ്പാടും അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനായി മാറാനുള്ള ഒരു ചടങ്ങിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രൊഫസർ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ ഷീജ ഭരതൻ അധ്യക്ഷയായിരുന്നു. 31 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ സ്മിത ശങ്കറിനെ ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനുമായ CK മനോജ്, പ്രവൃത്തി പരിചയമേളയിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി AP നിരഞ്ജന, സംസ്ഥാനതല സാമൂഹ്യ ശാസ്ത്രമേളയിൽ വർക്കിംഗ് മോഡലിൽ A ഗ്രേഡോടുകൂടി 3ാം സ്ഥാനം നേടിയ മുഹമ്മദ് അൻഷിഫ് KM, സിഹാൻ MH, സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്ത കാർമലിൻ റോസ്, തഷ്രീഫ RY എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. TB ഷിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. OSA പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ബിനോയ്, ഇരിങ്ങപ്പുറം SMUP സ്കൂൾ ഹെഡ് മാസ്റ്റർ KS സജീവ്, വാർഡ് കൗൺസിലർ PV സജീവൻ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് മെമ്പർമാരായ രാജീവ് വേണു, ഷക്കീല, PTA പ്രസിഡന്റ് VK ഷിനു, സ്കൂൾ കറസ്പോണ്ടന്റ് മാനേജ് OA രവീന്ദ്രൻ, ജാഗ്രതാ കമ്മിറ്റി അംഗം OG ബാജി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് MP ഐഷ സ്വാഗതവും HSS സ്റ്റാഫ് സെക്രട്ടറി M പ്രസീത നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. CCTV ന്യൂസ് കുന്നംകുളം. മറ്റം അസംപ്ഷൻ കോൺവെന്റ് നഴ്സറി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം മറ്റം സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ഷാജു ഊക്കൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. നഴ്സറി സ്കൂൾ ഇൻചാർജ് റവറന്റ് സിസ്റ്റർ തേജസ് തെരേസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെന്റ് മേരീസ് സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ അഞ്ജലി അരിമ്പൂർ, സിസ്റ്റർ വിജിൽ ജീസ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, PTA പ്രസിഡന്റ് അനുശ്രീ ബിജേഷ്, സ്കൂൾ ലീഡർ അന്റോണിയോ ജെയിൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളും രക്ഷിതാക്കളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. മറ്റം സെന്റ് തോമസ് പള്ളി സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി സമ്മാനദാനം നിർവഹിച്ചു. വാർഷികാഘോഷത്തിന് അധ്യാപകരായ ജെൻസി തോമസ്, സജി ജോജു, വിനീത ഷിജു എന്നിവർ നേതൃത്വം നൽകി. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജനറൽ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടുകൂടി നടത്തിയ ക്യാമ്പ് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബിജു പള്ളിക്കരയുടെ അധ്യക്ഷതയിൽ വടക്കേക്കാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മ്യ സുധീർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി രക്തദാനത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ജിഷ KI, NSS വളണ്ടിയേഴ്സ് നസ്മ നാസർ, ഗൗരി ശങ്കർ, ശ്രീഹരി PS, ആയിഷ അഫ്രീൻ എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷീന ജോർജ് ക്യാമ്പിന് സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രേണുക ജ്യോതി നന്ദിയും പറഞ്ഞു.
ബലാത്സംഗവും കൂട്ടക്കൊലകളും ചുട്ടുകരിക്കലും സംഘടനാ പ്രവർത്തനമായി സ്വീകരിച്ച സംഘപരിവാറിനേറ്റ കനത്ത പ്രഹരമാണ് ബൽക്കീസ് ബാനു വിധിയെന്ന് വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈഖ അസീസ് പറഞ്ഞു. നീതിക്ക് വേണ്ടി അടിയറവ് പറയാതെ പോരാടുന്ന ബിൽക്കീസ് ബാനുവിന് അഭിവാദ്യം അർപ്പിച്ച് വിമൺ ജസ്റ്റിസ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ബിജെപിയും നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്ത് സർക്കാരും ബിൽക്കീസ് ബാനുവിന്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വിമൺ ജസ്റ്റിസ് മണ്ഡലം പ്രസിഡന്റ് സെറീന നജീബ് അധ്യക്ഷത വഹിച്ചു. ഷമീറ നാസർ, ഹസീന സലീം എന്നിവർ സംസാരിച്ചു. സെഫിയ ഷംസുദ്ദീൻ, UA ഷെറീന, അഞ്ജലി, ബീന പ്രസാദ്, ഷിഫ്ന MS, ഫർഷാന ഇക്ബാൽ എന്നിവർ സംഗമത്തിന് മുന്നോടിയായി നടത്തിയ പ്രകടനത്തിന് നേതൃത്വം നൽകി. സൗത്ത് സോൺ പ്രൈമറി തലം കിഡ്സ് ഫെസ്റ്റ് ജനുവരി 27 ശനിയാഴ്ച പെരുമ്പിലാവ് അൽബീർ സ്കൂളിൽ നടക്കുന്നതിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. അൽബീർ സംസ്ഥാന സമിതി അംഗം അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. അമീൻ കൊരട്ടിക്കര, മഹൽ സെക്രട്ടറി റസാഖ്, അൽബീർ കോർഡിനേറ്റർ താഹ മുഹമ്മദ്, സ്കൂൾ പ്രിൻസിപ്പാൾ ഇജാസ് അഹമ്മദ് വാഫി, മുബഷീർ, ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. അഞ്ഞൂർ ആലിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന് തുടക്കമായി. ജനുവരി 16 വരെ വിവിധ പരിപാടികളോടെ മകര മഹോത്സവം ആഘോഷിക്കുമെന്ന് ഭരണസമിതി ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റ് നടന്നു. ജനുവരി 16 വരെ രാവിലെ വിശേഷാൽ പൂജകളും വൈകിട്ട് ചുറ്റുവിളക്ക് എന്നിവയും നടക്കും. മകരച്ചൊവ്വ ദിവസം നട തുറക്കൽ, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, പൊങ്കാല സമർപ്പണം, ഉച്ചപൂജ, നട തുറക്കൽ, ചുറ്റുവിളക്ക്, അത്താഴപൂജ, ഗുരുതി തർപ്പണം എന്നിവ നടക്കും. തിറയും പൂതനും കരിങ്കാളികളും പൂര മഹോത്സവത്തിന് മാറ്റുകൂട്ടും. ജനുവരി 15 വൈകിട്ട് 7 മണിക്ക് നൃത്തസന്ധ്യയും ജനുവരി 16 പുനർജനി പൂരാഘോഷ കമ്മിറ്റിയുടെ ഗാനസന്ധ്യയും അരങ്ങേറും. മേൽശാന്തി ജയേഷ് ശർമ്മ, ക്ഷേത്രം പ്രസിഡന്റ് ബിജിറ്റ് മണ്ഡകത്തിങ്കൽ, സെക്രട്ടറി PR രമാദേവി, ട്രഷറർ ബിന്ദു വിശ്വംഭരൻ, ജിബിറ്റ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പുന്നൂർക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരജ്വാല സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് വിവിധ കേന്ദ്രങ്ങളിൽ സമരജ്വാല നടത്തിയത്. കുന്നത്തൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധം ആൽത്തറ സെന്ററിൽ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റയീസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തബഷീർ മഴുവഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷർബാനൂസ്, വെസ്റ്റ് കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റ് മൂസ ആലത്തയിൽ, ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രാജൻ, അബൂബക്കർ കുന്നങ്കാട്ടിൽ, ബ്ലോക്ക് സെക്രട്ടറി ഷാഹിദ് കൊപ്പര എന്നിവർ സംസാരിച്ചു. അഷ്കർ അറക്കൽ, ഷെഫീഖ് ചെമ്മണ്ണൂർ, നസീർ അണ്ടത്തോട്, സലിൽ അറക്കൽ, റാഫി മാലിക്കുളം, KP ധർമ്മൻ, ടിപ്പു ആറ്റുപുറം, അൻവർ അസൈനാരകത്ത്, കമറുദ്ദീൻ, കുഞ്ഞുമൊയ്തു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 94ാം വാർഷികം വെള്ളിയാഴ്ച ആഘോഷിക്കും. മൂവാറ്റുപുഴ രൂപത ഭദ്രാസന മെത്രാപ്പൊലീത്ത റവറൻ ഡോക്ടർ യുഹന്നോർ മാർ തിയോഡോഷ്യസ് ഉദ്ഘാടനം ചെയ്യും. മൂവാറ്റുപുഴ രൂപത സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് പണ്ടാരക്കുടിയിൽ അധ്യക്ഷനാകും. ചടങ്ങ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ CCTV പ്രാദേശിക ചാനലിൽ തത്സമയ സംപ്രേഷണം ചെയ്യും. കാട്ടകമ്പാൽ ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആടു വിതരണം ചെയ്തു. റിലീഫ് കമ്മിറ്റി ചെയർമാൻ അറഫ മൊയ്തുണ്ണി ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന ആടു വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് EM കുഞ്ഞുമോൻ ഹാജി നിർവഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി AY മുഹമ്മദ് കുട്ടി, ജമാലുദ്ദീൻ, EM മൊയ്തുണ്ണി ഹാജി, മുസ്തഫ, അബ്ദുൾ ഗനി എന്നിവർ പങ്കെടുത്തു. പന്നിത്തടം ജുമാ മസ്ജിദിൽ വെച്ച് നടന്നുവരുന്ന മജ്ലിസ് ഉന്നൂർ ആത്മീയ സദസ്സിന്റെയും ശൈഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ഇജാസത്ത് പ്രകാരം നടന്നുവരുന്ന ദിക്ർ വാർഷികത്തിന്റെയും സംയുക്ത മഹാസംഗമത്തിന് നാളെ പന്നിത്തടം സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ നഗറിൽ തുടക്കമാകും. വൈകിട്ട് 6:30 സയ്യിദ് കൊച്ചുകോയ തങ്ങൾ മകാം സിയാറത്തോടെ ആരംഭിക്കും. സയ്യിദ് ഹബീബ് കോയ തങ്ങൾ നേതൃത്വം നൽകും. തുടർന്ന് മജ്ലിസ് ഉന്നൂർ വാർഷിക സംഗമത്തിന് സയ്യിദ് OMS തങ്ങൾ നിസാമി മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്ത് ദുആയ്ക്ക് നേതൃത്വം നൽകും. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകനൂർ പ്രഭാഷണം നടത്തും. മഹല്ല് പ്രസിഡന്റ് സിംല ഹസൻ അധ്യക്ഷത വഹിക്കും. 13 ശനിയാഴ്ച മോൻ ഹുദവി വണ്ടൂർ മതപ്രഭാഷണം നടത്തും. 14 ഞായറാഴ്ച ദിക്ര ഹദാദ് വാർഷിക മഹാസംഗമത്തിന് സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ നേതൃത്വം നൽകും. വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിളിങ്ങളെ ആദരിക്കും. ജില്ലാ സെഷൻസ് കോടതി ജഡ്ജിയായി ചുമതലയേൽക്കുന്ന അഡ്വക്കേറ്റ് KN പ്രശാന്തിനെ മഹല്ല് കമ്മിറ്റി സ്നേഹാദരം നൽകും. ഇബ്രാഹിം ഫൈസി പഴുനാന, മുഹമ്മദ് അലി ലത്തീഫി, ഇസ്മായിൽ ഫൈസി മരത്തങ്കോട്, യൂസഫ് അലി ബാഗവി, ഹാഫിൾ ഇസാഖ് ഫൈസി ചിറമനങ്ങാട്, ജുബൈർ സാദി കാണിപ്പയൂർ, സത്താർ നീണ്ടൂർ, ഹമീദ് കാരേങ്ങൾ, സയ്യിദ് മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുൾ റസാഖ് ഖാസിമി തുടങ്ങിയവർ പങ്കെടുക്കും. CCTV ന്യൂസ്, വേലൂർ.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു ചിറമനേങ്ങാട്, KSU മണ്ഡലം പ്രസിഡന്റ് അനീസ്, INTUC തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി സജീവ് ചാത്തനാത്ത്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി, മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, INTUC പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, കർഷക കോൺഗ്രസ് പ്രസിഡന്റ് TK സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് മെമ്പർമാരായ സൈബുനിസ ഷർഫു, രജിത ഷാജി, മണ്ഡലം സെക്രട്ടറി ബിജു ആദൂർ, INTUC മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് KM, യൂണിയൻ ജനറൽ സെക്രട്ടറി MP സിജോ, മഹിളാ ബ്ലോക്ക് സെക്രട്ടറി സിന്ധു മണികണ്ഠൻ, റഫീഖ് IH തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5735 രൂപ, പവന് 45,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. ചരമം കാണിപ്പയൂർ രാഘവന്റെ മകൻ റിട്ടയർഡ് SI പ്രേമരാജ് നിര്യാതനായി 57 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ബിന്ദു ഭാര്യയും പ്രണവ്, അപർണ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 17-ന് രാവിലെ 6 മുതൽ 9 വരെ വിവാഹങ്ങൾക്ക് അനുമതിയില്ല. നേരത്തെ ബുക്ക് ചെയ്ത വിവാഹങ്ങൾ രാവിലെ 6-ന് മുമ്പോ 9 മണിക്ക് ശേഷമോ നടത്തേണ്ടി വരും. വേലൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് അറക്കൽ വീട്ടിൽ ജോജി. ദുർബല ജനവിഭാഗങ്ങളുടെ പ്രയാസങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അംഗം TK വാസു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടിക ഗോത്രവർഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ കമ്മീഷൻ നടപടികൾ സ്വീകരിക്കുമെന്നും TK വാസു. സാധാരണക്കാരന് കൂടി കേബിൾ TV ബ്രോഡ്ബാൻഡ് സേവനം എത്തിച്ചതിൽ COA പോലുള്ള പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് നിസ്തുലമെന്ന് KCCL ചെയർമാൻ K ഗോവിന്ദൻ. COA കുന്നംകുളം മേഖലാ സമ്മേളനം K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളിയുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതായി ആരോപണം. പ്രതിഷേധവുമായി വിശ്വാസ സംരക്ഷണ സമിതി ഭാരവാഹികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം. പെരിങ്ങോട് CCTV കേബിൾ ഓപ്പറേറ്ററായിരുന്ന തൊഴുക്കാട് കടവാരത്ത് പല്ലവി ഉണ്ണികൃഷ്ണന്റെ 3ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ പാവന സ്മരണകൾക്ക് മുന്നിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കൾക്കുമൊപ്പം പല്ലവി കേബിൾ വിഷൻ പെരിങ്ങോട് സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റും CCTV സഹപ്രവർത്തകരും.